തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അത്യുജ്വലമായ വിജയമാണ് സ്വന്തമാക്കിയത്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നീ 5 തലങ്ങളിലും സമഗ്രാധിപത്യം പുലർത്തുന്ന വിജയമാണ് UDF നേടിയിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. നേതാക്കൾ തന്നെ പറയുന്നത് തങ്ങൾ പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് തങ്ങൾക്ക് ഇത്തവണ ഉണ്ടായത് എന്ന് ഓരോ ജില്ലകളിലെയും ഓരോ പ്രദേശങ്ങളിലെയും നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ആ തോൽവി അംഗീകരിക്കാൻ CPMന്റെ ചില നേതാക്കളെങ്കിലും ഇപ്പോൾ തയ്യാറായി വരുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണോ മേൽക്കൈ ഉണ്ടാവുക അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു കണക്കുകൂട്ടൽ. അത് കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും ശക്തമായ മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ UDF ആണ് വ്യക്തമായ ഒരു മേധാവിത്വം നേടിയത്. അപ്പോൾ ഈ മേധാവിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളിൽ ഓരോ മുന്നണികൾക്കും ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ അത് വളരെ രസകരമായ ഒരു കണക്കാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെല്ലാം പുറത്തു വന്ന് കഴിയുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 80 സീറ്റുകളിൽ UDFന് അപ്രമാദിത്വമുണ്ട്. അല്ലെങ്കിൽ 80 സീറ്റുകളിൽ UDF മേൽക്കൈ നേടിയിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് 68 സീറ്റുകളിലാണ് ലീഡുള്ളത്. NDAക്ക് 2 സീറ്റുകളിലാണ് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന നേമം, വട്ടിയൂർക്കാവ് എന്നീ 2 മണ്ഡലങ്ങൾ മാത്രമാണ്. അതിൽ വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 2000 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. നേമത്ത് അത് 5000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമായിട്ട് അവർക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. UDFനെ സംബന്ധിച്ച് ഈ പറയുന്ന കണക്കുകൾ വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. കഴിഞ്ഞ 2020 നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ LDFന് മേൽക്കൈ ഉണ്ടായിരുന്നു. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഒരു വിജയമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 110ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് LDFന് വിജയിക്കാൻ സാധിച്ചത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്, ഒരു റെപ്ലിക്കേഷൻ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. 110ലേക്ക് എത്തിയില്ല എങ്കിൽ പോലും 99 നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാൻ LDFന് സാധിച്ചു. അതേസമയം UDFനെ സംബന്ധിച്ച് അവര് ഏതാണ്ട് 38ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് 2020 വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് അവർക്ക് 41 സീറ്റുകളിൽ വിജയിക്കാനും കഴിഞ്ഞു. NDAക്ക് 1 സീറ്റിലും വിജയിക്കാനൊന്നും സാധിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം അങ്ങനെയാണ് കഴിഞ്ഞ തവണ വന്നത്. ഇത്തവണയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു ഫലം നോക്കിയാൽ ഈ സമാനമായ രീതിയിൽ തന്നെയാണ് കണക്കുകൾ. ഏതാണ്ട് 80ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ഇപ്പോൾ ഭരണം നേടിയിട്ടുണ്ട്. ആ സമാനമായ കണക്ക് തന്നെയാണ് നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. LDF 67 നിയമസഭ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ 68 നിയമസഭാ സീറ്റുകളിൽ അവർക്ക് സ്വാധീനവും അല്ലെങ്കിൽ ഒരു മുന്നേറ്റവും മേൽക്കൈയും ഉണ്ട്. BJPയെ സംബന്ധിച്ച് അവരെ ബ്ലോക്ക് പഞ്ചായത്തുകളൊന്നും നേടിയിട്ടില്ല എങ്കിൽ പോലും കോർപ്പറേഷനിലാണ് അവരുടെ ഒരു മുൻതൂക്കമുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് 2 സീറ്റുകളുടെ ഒരു എഡ്ജ്, 2 സീറ്റുകളുടെ ഒരു എഡ്ജ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് അല്ലെങ്കിൽ നിയമസഭാ സീറ്റുകളുടെ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കണക്കുകളൊക്കെ തന്നെ ഒരു സൂചകങ്ങളാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ അത് UDFന് ഘടകമാകുന്ന ഒരു കാര്യമാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലെ ഈ നിയമസഭാ സീറ്റുകളിലെ ലീഡ് നില നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ഏത് മുന്നണിയാണെങ്കിലും നേരിയ വോട്ടുകളുടെ ഒരു ലീഡ് മാത്രമേ പലയിടങ്ങളിലും ഉള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ നേരിയ ലീഡ് മികച്ച ലീഡിലേക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് UDF ഇനി ലക്ഷ്യം വെക്കാൻ പോകുന്നത്. മാത്രവുമല്ല 80 സീറ്റുകൾ എന്നത് ഒരുപക്ഷെ UDFനെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു ഘടകമല്ല. ആത്മവിശ്വാസമാണെങ്കിൽ പോലും വലിയൊരു സന്തോഷം നൽകുന്ന ഘടകമല്ല. കാരണം ഈ 10 വർഷത്തെ സർക്കാർ വിരുദ്ധ തരംഗമൊക്കെ അലയടിക്കുമ്പോൾ 80 സീറ്റ് എന്ന് പറയുന്നത് അത് ചെറിയ ഒരു സംഖ്യയാണ്. അവിടെ നിന്നും ഒരു 100ലേക്ക് ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇനി കോൺഗ്രസിനും UDFനും മുന്നിലുള്ള ഒരു
പ്രയത്നം എന്ന് പറയുന്നത്. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. തിളക്കമാർന്ന ഒരു വിജയമാണ് താൻ ലക്ഷ്യമിടുന്നത്. അതിന് സാധിച്ചില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ പ്രതികരണം ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF നേതാക്കളും പ്രവർത്തകരും എല്ലാം ഒരു 100 സീറ്റിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എത്തിക്കുക എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് CPM LDF സംബന്ധിച്ച് അവർക്ക് തോൽവിയുടെ ആഘാതം പരമാവധി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം.